Exercise 7.4 question 19 ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇൻ്റഗ്രൽ 6x + 7 ബൈ റൂട്ട് എക്സ് മൈനസ് 5 ടൈംസ് എക്സ് മൈനസ് 4 ഡി എക്സ് ആണ്. ആദ്യമേ നമ്മൾ എന്ത് ചെയ്തു? ഡിനോമിനേറ്ററിനെ എക്സ്പാൻഡ് ചെയ്തു. എക്സ് മൈനസ് 5 ടൈംസ് എക്സ് മൈനസ് 4 എക്സ്പാൻഡ് ചെയ്താൽ എക്സ് സ്ക്വയർ മൈനസ് 9x + 20 എന്ന് കിട്ടും. അടുത്ത എന്താണ്? നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ തിയറി പഠിച്ചതനുസരിച്ച് എന്താണ്? ഡിനോമിനേറ്റർ ഈസ് ഈക്വൽ ടു എ ടൈം ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ഈക്വൽ ടു 6x + 1 എ ടൈം ഡെറിവേറ്റീവ് ഡിനോമിനേറ്റർ പ്ലസ് ബി എന്ന് പറഞ്ഞ് എഴുതി. അതുകൊണ്ടാണ് എ ടൈംസ് ഡെറിവേറ്റീവ് എക്സ് സ്ക്വയർ മൈനസ് 9x + 9 വരുന്നുണ്ട് 2x - 9 എ ടൈം 2x - 9 പ്ലസ് ബി എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, സോ 6x + 7 = എ ടൈം 2x - 9 പ്ലസ് ബി. ഓക്കെ, എന്താണ്? ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഓൺ ബോത്ത് സൈഡ്. ഇവിടെ നമുക്കറിയാം, ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് 6 ആണ്, ഇവിടെ എത്രയാണ്? 2a ആണ്. സോ 2a = 6, അതിന്റെ കറസ്പോണ്ടിങ് എയുടെ വാല്യൂ 3 കിട്ടി. അടുത്ത എന്താണ്? കോൺസ്റ്റന്റ് ടൈം ഇക്വേറ്റ് ചെയ്യുക. കോൺസ്റ്റന്റ് ടൈം എന്ന് പറഞ്ഞാൽ ഇവിടെ 7 ആണ്, ഇവിടെ കോൺസ്റ്റന്റ് ടൈം എന്ന് പറഞ്ഞാൽ b - 2 എത്രയാണ്? 9a ആണ്. ഓക്കെ, കാരണം ഇവിടുത്തെ കോൺസ്റ്റന്റ് 7 ആണ്, ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ നമുക്കിതിനെ എക്സ് ടൈംസ് 2a എന്ന് പറഞ്ഞ് എഴുതാം. പിന്നെ അടുത്ത് എത്രയാണ്? പ്ലസ് ബി മൈനസ് 9a എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോൾ നമുക്കിവിടെ ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഏതാണ്? ഈ 7നെയും ഈ ബി മൈനസ് 9നെയും കൂടി ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എത്ര കിട്ടും? എയുടെ വാല്യൂ നമുക്കറിയാം 3 ആണെന്ന്. ഓക്കെ, സോ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? -27 പ്ലസ് ബി ഈസ് ഈക്വൽ ടു 7. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ബിയുടെ വാല്യൂ 34 കിട്ടും. അപ്പോൾ 6x + 7 വരും 3 ടൈംസ് 2x - 9 പ്ലസ് 34 എന്ന് എഴുതി. നിങ്ങൾ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ സിംപ്ലിഫൈ ചെയ്ത് കിട്ടും. കാരണം 3 ടൈം 2 6x ആണ്, മൈനസ് 3 ടൈംസ് -9 -27 ആണ്, -21 പ്ലസ് 34 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 7 എന്ന് കിട്ടും. അപ്പം 6x + 7 ബൈ എക്സ് സ്ക്വയർ മൈനസ് 9x + 20 വരും 3 ടൈംസ് 2x - 9 പ്ലസ് 34 ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 9x + 20 എന്ന് എഴുതും. അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. 3 ടൈം ഇൻ്റഗ്രൽ 2x - 9 ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 9x + 20 പ്ലസ് 34 ടൈം 1 ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 9x + 20. ആദ്യത്തെ ടൈമിനെ ഞാൻ I1 എന്ന് വിളിക്കും, രണ്ടാമത്തെ ടൈമിനെ ഞാൻ I2 എന്ന് വിളിക്കും. ഇനി നമ്മൾ ചെയ്ത 3I1 + 34I2, 3I1 ടൈം 34I2. I1ഉം I2ഉം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അടുത്ത് I1 2x - 9 ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 9x + 20. നമ്മൾ എക്സ് സ്ക്വയർ മൈനസ് 9x + 20ക്ക് ടി എന്ന് കൊടുക്കും. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് എന്തായിരിക്കും നെക്സ്റ്റ് കിട്ടുന്നത്? എക്സ് സ്ക്വയർ മൈനസ് 9x + 20 ഈസ് ഈക്വൽ ടു ടി. ഓക്കെ, സോ ഡി ടി നിങ്ങൾക്ക് അവിടെ കാണത്തില്ല, ഏതാണ്? മൊബൈൽ സ്ക്രീനിൽ നിന്ന് സൂം ചെയ്താൽ മതി, നമുക്ക് ആ ഒരു സ്റ്റെപ്പ് ഈസി ആയിട്ട് കാണാം. സൂമിൻ്റെ സ്ക്രീനിൽ നിന്ന് സൂം ചെയ്ത് കൊടുത്താൽ മതി സ്ക്രീനിൽ. സോ ഡി ടി ബൈ ഡി എക്സ് ഈക്വൽ ടു നിങ്ങൾക്ക് എത്ര കിട്ടും? 2x - 9 എന്ന് കിട്ടും. അത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഡി ടി ഈക്വൽ ടു 2x - 9 ഡി ടി. എൻ്റയർ പ്രോബ്ലം ഡി ടി ബൈ റൂട്ട് ടി എന്ന് ആകും. എന്തുകൊണ്ടാണ്? ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ഡി ടി ആണ്, ഡിനോമിനേറ്റർ ടി ആണ്. ഡി ടി ബൈ റൂട്ട് ടി. I1 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര കിട്ടും? ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, ഇതിനെ നമ്മൾ അങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ബേസിക് പവർ റൂൾ വെച്ച് ഇൻ്റഗ്രൽ t⁻² -1/2 ഡി ടി എന്ന് വരും. ഈസ് ഈക്വൽ ടു t⁻² -1/2 പ്ലസ് 1 ബൈ -1/2 പ്ലസ് 1 എന്ന് വരും. ഈസ് ഈക്വൽ ടു t⁻² ബൈ 1/2 വരും, വിച്ച് ഈസ് ഈക്വൽ ടു 2 റൂട്ട് ടി എന്ന് വരും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് I1 ഈസ് ഈക്വൽ ടു 2 റൂട്ട് ടി എന്ന് കിട്ടും. I1 2 ടൈം റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് 9x + 20 ഇത് കിട്ടും. സിമിലർലി I2നെ നമ്മൾ റീഅറേഞ്ച് ചെയ്യണം. എക്സ് സ്ക്വയർ മൈനസ് 9x + 20 വരും. എക്സ് സ്ക്വയർ മൈനസ് 9x + 20 എന്തുകൊണ്ടാണ് ഈ 81/4? കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ എന്ന് പറയും. എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് 9/2 ഹോൾ സ്ക്വയർ ആഡ് ചെയ്യുകയും സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുക. 9/2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതാണ് ഈ 81/4 ആഡ് ചെയ്യുകയും സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നത്. സോ എക്സ് സ്ക്വയർ മൈനസ് 9x + 20 ആദ്യത്തെ ഇത്രയും ടൈമിനെ നമുക്ക് എന്തായിട്ട് സിംപ്ലിഫൈ ചെയ്യാം? സ്ക്വയർ മൈനസ് 9x പ്ലസ് നമുക്കിതിനെ എന്ത് ചെയ്യുക? സിംപ്ലിഫൈ ചെയ്യുക. 20 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും? മാറ്റിയെടുക്കും. സോ ഇതിനെ നമുക്ക് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം. എക്സ് സ്ക്വയർ മൈനസ് 9x പ്ലസ് 9/2 ഹോൾ സ്ക്വയർ പ്ലസ് 20 മൈനസ് 81/4. അതുകൊണ്ടാണ് ഇത്രയും ടൈം എക്സ് മൈനസ് 9/2 ഹോൾ സ്ക്വയർ ബൈ എന്ത് ചെയ്യണം? 4 ആക്കണം. ഇവിടെ എന്ത് ചെയ്യണം? 4 ഇട്ട് എന്ത് ചെയ്യണം?
മൾട്ടിപ്ലൈ ചെയ്യണം. പ്ലസ് 80 മൈനസ് 81/4 എന്ന് കിട്ടും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് -1/4 എന്ന് കിട്ടുന്നത്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ x - 9/2 ഹോൾ സ്ക്വയർ -1/2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. സോ I2ന്റെ എക്സ്പ്രഷൻ ഇന്റഗ്രൽ 1/dx/√(x - 9/2 ഹോൾ സ്ക്വയർ -1/2 ഹോൾ സ്ക്വയർ നമുക്ക് എഴുതാം. ഇനിയുള്ളതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. I2 = നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ ആണ്. എന്താണ് നമുക്കിത് പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ x - 9/2 വരും എന്തെന്നിട്ട് കൊടുക്കുക? t എന്നിട്ട് കൊടുക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് dt/dx എത്ര കിട്ടും? 1 എന്ന് കിട്ടും. സോ ഈ ഒരു എൻറ്റയർ പ്രോബ്ലം എന്തായി മാറും? 1/√t² - a² എന്നായി മാറും. വേർ a = 1/2. അതിൻ്റെ ആൻസർ എത്രയാണ്? which is equal to log t പ്ലസ് √ എത്ര കിട്ടും? t² - a² എന്നുള്ളൊരു എക്സ്പ്രഷൻ കിട്ടും. അതുകൊണ്ടാണ് ഈ t എന്നുള്ളത് ആണ് നമുക്ക് x - 9/2 ആയത്. നമുക്ക് ഓൾറെഡി അറിയാം t² - a² എന്ന് പറയുന്ന എക്സ്പ്രഷൻ ആണ് നമ്മുടെ ഉള്ളിലുള്ള റാഡിക്കലിനുള്ളിലുള്ള എക്സ്പ്രഷൻ. അത് അതേപടി തന്നെ x² - 9x + 20 ആയിട്ട് മാറും. കാരണം എന്തുകൊണ്ടാണ്? ഈ ഒരു പ്രീവിയസ് സ്റ്റെപ്പിൽ തന്നെ എന്താണ് ഈ x² - 9x + 20 ആണ് നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്തത്? ഓക്കെ, ശ്രദ്ധിക്കുക. നൗ ഈ ഒരു സ്റ്റെപ്പിനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? x² - 9x + 20 ആണ് നമ്മളിവിടെ x - 9/2 ഹോൾ സ്ക്വയർ -1/2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തത്? കൺവേർട്ട് ചെയ്തത്. ഓക്കെ, സോ അതുകൊണ്ട് ഫൈനൽ സ്റ്റെപ്പ് വരുമ്പോഴത്തേക്ക് I1 + I2 3 times I1 + 34 times I2 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഫൈനൽ ആൻസർ 6 times √x² - 9x + 20 + 34 times log x - 9/2 plus x² - 9x + 20. കാരണം എന്തുകൊണ്ടാണ്? ഈ t എന്ന് പറയുന്നത് എത്രയാണ്? x - 9/2 ആണ്. t² - a² എന്ന് പറയുന്ന റാഡിക്കലിനുള്ളിലെ എക്സ്പ്രഷൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ 22 ആണ്. എക്സസൈസ് 7.4 ഇന്റഗ്രൽ x + 3/x² - 2x + 5. ആദ്യമേ നമ്മൾ എന്ത് ചെയ്യും? ഈ x + 3ക്ക് വരും a ടൈം ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ പ്ലസ് b എന്ന് പറഞ്ഞ് എഴുതും. അതുകൊണ്ടാണ് x + 3 a ടൈം. കാരണം എങ്കിൽ നമുക്ക് ഇന്റഗ്രേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തുള്ളൂ. 2x - 2 + b എന്ന് എഴുതും. അടുത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്ത്? ഇക്വേഷൻ ദ കോഎഫിഷ്യന്റ് ഓഫ് x നമ്മൾ ആദ്യമേ ചെയ്തു. ഓക്കെ അല്ലേ? എക്സിന്റെ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുതാം എന്താണ്? കാരണം ഈ ഒരു എക്സ്പ്രഷൻ ഞാൻ ഇതുപോലെ തന്നെ എനിക്ക് സിംപ്ലിഫൈ ചെയ്യാം. 2a ടൈംസ് x പ്ലസ് b - 2a. സോ എയുടെ വാല്യൂ 1/2 എന്ന് കിട്ടും. b - 2യുടെ വാല്യൂ 3 കിട്ടും. അവിടെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ബിയുടെ വാല്യൂ എത്ര കിട്ടും? 4 കിട്ടും. എന്തുകൊണ്ടാണ്? എയുടെ വാല്യൂ 1/2 ആണ്. സോ -2 ടൈംസ് 1/2 പ്ലസ് b = 3. എത്ര കിട്ടും? -1 പ്ലസ് b = 3. സോ ബിയുടെ വാല്യൂ എത്ര കിട്ടും? 4 കിട്ടും. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? x + 3ക്ക് വരും 1/2 ടൈംസ് x - 2 1/2 ടൈംസ് 2x - 2 പ്ലസ് 4 എന്ന് പറഞ്ഞ് എഴുതി. അതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഇന്റഗ്രൽ x + 3/x² - 2x + 5 1/2 ടൈംസ് 2x - 2/x² - 2x + 5 പ്ലസ് 4 ടൈംസ് 1/x² - 2x + 5 എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. അടുത്ത് നമ്മൾ ഹാഫ് ടൈംസ് I1 പ്ലസ് 4 ടൈംസ് I2 എന്ന് പറഞ്ഞ് മാറ്റി. അതിൽ I1 എന്ന് പറയുന്നത് 2x - 2/x² - 2x + 5 ആണ്. അവിടെ x² - 2x - 5 ഞാൻ എന്തെന്ന് കൊടുത്തു? t എന്ന് കൊടുത്തു. ഈ ഒരു സ്റ്റെപ്പിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? dt/dx 2x - 5 ആണ്. അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ dt എന്നുള്ള രീതി കിട്ടും. അപ്പം ഈ ഒരു എൻറ്റയർ എക്സ്പ്രഷൻ എന്തായി മാറും? ഇന്റഗ്രൽ dt/t വരും. അതിന്റെ വാല്യൂ ഇതാണ് ln t. ഇവിടെ ലോഗ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്, ഇവിടെ നമുക്ക് ലോഗ് t കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എത്രയാണ്? ലോഗ് t to the base e. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ln t എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ടിയുടെ വാല്യൂ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? I1ന് പകരം ലോഗ് x² - 2x + 5 എന്ന് കിട്ടും. ഓക്കെ, കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ t x² - 2x + 5 ആണ്. ഇനി I2ന് വരുമ്പോൾ നമുക്ക് എത്ര കിട്ടും? x² - 2x + 5. അതിനെ നമ്മൾ എന്ത് ചെയ്യും? കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് വഴി നമ്മൾ എന്ത് ചെയ്യും? കാരണം x² - 2x + 5 വരെ എനിക്ക് എന്ത് എഴുതാം? x² - 2x - 5 വരും x² - 2x + 1 -1 - 5. കാരണം എന്തുകൊണ്ടാണ്?
2ന്റെ ഹാഫിൻ്റെ സ്ക്വയർ ആഡ് ചെയ്യുകയും എന്ത് ചെയ്യുകയും ചെയ്തു, സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. അത് 1 ആണ്. ഓക്കെ, ആദ്യത്തെ ഇത്രയും ടേം കൊണ്ടാണ് എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 മൈനസ് 6 എന്നൊരു ടേം വന്നത്. ആദ്യത്തെ ഇത്രയും ടേമിനെ ഞാൻ എന്ത് ചെയ്തു, കണക്ട് ചെയ്തു, ഒറ്റ ഗ്രൂപ്പാക്കി മാറ്റി. അതിൻ്റെ ഒരു എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് റൂട്ട് 6 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ് വരും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ ഒരു പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാം, പുട്ട് യു ഈക്വൽ ടു എക്സ് മൈനസ് 1 എന്ന് കൊടുക്കുക. സോ ഡി യു എന്തായി കിട്ടും, ഡി എക്സ് ആയിട്ട് കിട്ടും. സോ എൻ്റെയർ പ്രോബ്ലം എന്തായി മാറും, 1/u സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നുള്ള രീതിയായിട്ട് മാറും. അവിടെ എ ഈക്വൽ ടു റൂട്ട് 6 വരും. ഇതിൻ്റെ ആൻസർ എത്രയാണ്, 1/2a ln u മൈനസ് എ ബൈ യു പ്ലസ് എ എന്നുള്ളൊരു ആൻസർ ആണ്. അവിടെ യു എന്നുള്ള വാല്യൂ മാർക്ക് ചെയ്ത് എക്സ് മൈനസ് 1 എന്ന് കൊടുക്കുക. അതുകൊണ്ടാണ് ഇത് എത്ര വരുന്നത്, 1/2 റൂട്ട് 6 log u മൈനസ് എ ബൈ യു പ്ലസ് എ. ഇവിടെ യു എന്ന് പറയുന്ന വാല്യൂ എത്രയാണ്, എക്സ് മൈനസ് 1. എന്നിട്ട് ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കുമാണ് 1/2 i1 പ്ലസ് 4 ടൈംസ് i2 എന്നുള്ളൊരു ആൻസർ കിട്ടും. നമ്മളത് എന്ത് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. ഈ 2ഉം 4 കൂടെ കട്ട് ചെയ്ത് ഇവിടെ എന്ത് വരും, 2 വരും. അങ്ങനെ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും.